السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على النور وأهله. വിശുദ്ധ റമദാൻ പാപമോചനത്തിൻ്റെ 10 വിട പറയുകയാണ്. ഇന്ന് മഗ്രിബായി കഴിഞ്ഞാൽ നാം അവസാന 10 പ്രവേശിക്കുകയാണ്. ഇന്നത്തെ രാത്രി മുതൽ ഇനിയുള്ള ദിനരാത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട അനർഘമായ രാത്രികൾ. എൺപത്തിമൂന്ന് വർഷവും 3 മാസവും ഇബാദത്തെടുത്ത പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ രാത്രി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ രാത്രിയെ ഇബാദത്ത് കൊണ്ട് സജീവമാക്കാൻ സാധിച്ചാൽ വിജയിക്കാൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമായ രാത്രി. ലോകമാകെയുള്ള വിശ്വാസികൾ ഖദറിൻ്റെ രാത്രിയെ കാത്തിരിക്കുന്നവരാണ്, സജീവമാക്കാൻ പ്രതിജ്ഞ പുതുക്കുന്നവരാണ്. നമ്മളും ആ കൂട്ടത്തിൽ പെട്ടവരാണ്. അല്ലാഹു ലൈലത്തുൽ ഖദർ പ്രാപിക്കുന്ന ആ രാത്രിയെ പ്രതീക്ഷിക്കുകയും ആ രാത്രിയെ ഉപയോഗപ്പെടുത്തി വിജയിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അനാവശ്യ ചിന്തകളും സംസാരങ്ങളും പ്രവർത്തനങ്ങളും ആവശ്യമില്ലാത്ത യാത്രകളും എല്ലാം ഇനി പരമാവധി കുറയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ്, വളരെ അത്യാവശ്യമാണ്. സോഷ്യൽ മീഡിയയെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അനാവശ്യം മാറ്റിവെക്കുകയും ചെയ്യേണ്ടതാണ്. ജമാഅത്തായുള്ള നിസ്കാരം കൂടുതൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മഗ്രിബ്, ഇശാ, സുബ്ഹി നിസ്കാരങ്ങൾ, ഈ 3 നിസ്കാരങ്ങളും ജമാഅത്തായി നിർവഹിച്ചാൽ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ മിനിമം ലഭിക്കുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നിസ്കാരത്തിന് ഏറ്റവും പറ്റിയ അവസരമാണ് അവസാനത്തെ 10. എഴുത്തിക്കാഫിൻ്റെ പ്രത്യേക 10 അവസാന 10. ലഭ്യമായ സമയങ്ങൾ പള്ളിയിൽ എഴുത്തിക്കാഫിലും ഖുർആനോത്തിലുമായി നമുക്ക് ചിലവഴിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ 21, 23, 25, 27, 29 എന്നീ രാവുകൾ, ഈ 5 രാത്രികളെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈലത്തുൽ ഖദർ ഉറപ്പായും ലഭിക്കും. 27-നാകാനാണ് കൂടുതൽ സാധ്യത എന്നതുകൊണ്ടാണ് അന്ന് മാത്രം ധാരാളം ആളുകൾ സജീവമാകുന്നത്. അന്നു തന്നെയാണ് എല്ലാ വർഷവും ലൈലത്തുൽ ഖദർ എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട 5 രാത്രികളും, ഇന്ന് രാത്രി അതിലെ 1-മത്തതാണ്, 5 രാത്രികളിലും നാം കൂടുതൽ ഇബാദത്തിൽ മുഴുകേണ്ടതുണ്ട്. രാത്രിയെ ഹയാത്താക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ആക്റ്റീവായി പ്രവർത്തന രംഗത്ത് ഉണ്ടായേ പറ്റൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിൽ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ ധാരാളം വിട്ടുവീഴ്ച ചെയ്യണം. വിട്ടുവീഴ്ചയുടെ മനോഭാവം എന്നിലും നീ ഉണ്ടാക്കിത്തരണം എന്നർത്ഥം വരുന്ന പ്രാർത്ഥന നിരന്തരമായി വർദ്ധിപ്പിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതാണ്. അഫുവിനെയും ആഫിയത്തിനെയും ചോദിക്കുക.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ, മറ്റൊരു ദുആയാണത്, നമുക്കറിയാം. അങ്ങനെ ആഫിയത്തിന് വേണ്ടി അള്ളാഹുവോട് ധാരാളം ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് അവസാനത്തെ 10-ലും ഒറ്റയിട്ട രാവുകളിലും ഖദറിൻ്റെ രാത്രിയിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന കാര്യങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നതാണ്. രണ്ടാമത്തത് ഖുർആൻ ധാരാളം ഓതുക എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സൂക്തങ്ങളും സൂറത്തുകളും വർദ്ധിപ്പിക്കുക എന്നതാണ്. ആയത്തുൽ കുർസി സയ്യിദത്തു ആയിൽ ഖുർആൻ, ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് ആയത്തുൽ കുർസി. ആമനർ റസൂലു മറ്റൊരു പ്രധാനപ്പെട്ട ആയത്തുകളാണ്. തഹജ്ജുദിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്നും രാത്രി മുഴുവനും വലിയ കാവൽ ലഭിക്കുമെന്നുമൊക്കെ പറഞ്ഞ ആയത്താണ് ആമനർ റസൂൽ മുതൽക്കുള്ള ആയത്ത്. ഇങ്ങനത്തെ ആയത്തുകൾ പ്രത്യേകം ഓതുക. ഇദാ സുൽസിലത്തിൽ അർളു എന്ന സൂറത്തിന് ഖുർആനിൻ്റെ പകുതി ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാൽ ഒരു ഖത്മിൻ്റെ പ്രതിഫലം മിനിമം. അതുപോലെ ഇഖ്ലാസ് സൂറത്തിന് 3/3 ഖുർആൻ ഓതിയ പ്രതിഫലമാണ്. 3 തവണ ഓതിയാൽ ഖത്മ് തീർത്ത പ്രതിഫലം. കാഫിറൂന സൂറത്തിന് ഖുർആനിൻ്റെ 4/1 പ്രതിഫലം ലഭിക്കുമെന്നാണ്. 4 തവണ ഓതിയാൽ ഖത്മ് തീർത്ത പ്രതിഫലം. ഹാർട്ട് ഓഫ് ദി ഖുർആൻ, ഖുർആനിൻ്റെ ഖൽബ്, ഹൃദയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 10 ഖത്മ് തീർത്ത പ്രതിഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്ന സൂറത്താണ് യാസീൻ. അത്തരം സൂറത്തുകളൊക്കെ നാം വർദ്ധിപ്പിക്കുക. പതിവായി നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന മുൽക്ക് സൂറത്തും വാഖിയ സൂറത്തും ഒരിക്കലും മുടക്കം വരാതിരിക്കുക. അതുപോലെ തന്നെ ദിക്ർ, സ്വലാത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കുക. ഇസ്തിഗ്ഫാറുകൾ, തസ്ബീഹ് നിസ്കാരം, തസ്ബീഹ് നിസ്കരിച്ചാൽ തന്നെ ഒരുപാട് തസ്ബീഹ് അതിൽ കിട്ടും. അറിയുന്ന സ്വലാത്തുകളൊക്കെ അധികരിപ്പിക്കുക. ദാനധർമ്മങ്ങളും നോമ്പ് തുറപ്പിക്കലുകളും നാം ധാരാളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവസാനത്തെ 10 അരയും തലയും മുറുക്കി ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും കൂടുതൽ ആക്റ്റീവാകേണ്ട വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അല്ലാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രാപിക്കാൻ, ലൈലത്തുൽ ഖദറിൽ ഇബാദത്തുകളിൽ മുഴുകാൻ, ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ചവരിൽ ഉൾപ്പെട്ടു കിട്ടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.